നാം ഇപ്പോൾ കടന്നു പോകുന്ന ഈ സിറ്റുവേഷൻ, ഈ ഒരു സീസൺ വളരെ ഡിപ്രസിങ് ആയിട്ടുള്ള ഒരു സീസണിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. നമുക്കറിയാം, കഴിഞ്ഞ എനിക്കൊന്ന് 2-3 വർഷം മുമ്പ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെയാണ് പറയുന്നത്, വിൻ്റർ ഇച്ചിരി പ്രൊലോങ്ഡ് ആയത് കാരണം ഡിപ്രഷൻ കൂടിയിട്ട് ആൾക്കാർ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചു. കാനഡ സ്കാർബോയിലുള്ള സംഭവമാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് ഡിപ്രഷൻ്റെ മെഡിക്കേഷൻ കഴിച്ച ഒരു രാജ്യമാണ് നമ്മുടെ കാനഡ എന്ന് പറയുന്നത്. സോ നമ്മൾ കടന്നു പോകുന്ന ഓരോ സീസണിലും കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ എക്സ്റ്റേണൽ കാര്യങ്ങളൊക്കെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും ഒക്കെ ചിലപ്പോഴൊക്കെ ആഫക്റ്റ് ചെയ്തു പോയേക്കാം അല്ലേ. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ നിൽക്കുന്ന സാഹചര്യം അങ്ങനെയാണ്. നമുക്ക് നാച്ചുറലായിട്ടുള്ള സൂര്യപ്രകാശവും വൈറ്റമിൻ ഡിയും അല്ലേ, വൈറ്റമിൻ ഡി ഒക്കെ നമുക്ക് വേണം. ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വളരെ നന്നായിട്ട് പോകത്തുള്ളൂ. അതോടൊപ്പം തന്നെ ദൈവാശ്രയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വൈറ്റമിൻ ഡി മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമില്ല. ദൈവാശ്രയം ഇല്ലെങ്കിൽ ഈ വൈറ്റമിൻ ഡി എത്ര കിട്ടിയാലും വലിയ കാര്യമൊന്നും ഇല്ല അല്ലേ. വൈറ്റമിൻ ഡി കിട്ടി, പക്ഷെ ദൈവാശ്രയമില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നുമില്ല. വീണ്ടും നമ്മൾ ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റീസിലൂടെ കടന്നു പോയിട്ട് നമ്മൾ വീണ്ടും മെഡിക്കേഷനെ ആശ്രയിക്കേണ്ട അവസരങ്ങളൊക്കെ വരാറുണ്ട്. മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് എ പേഴ്സൺ, ആസ് ആൻ ഇൻഡിവിജ്വൽ, വി മസ്റ്റ് ടേക്ക് കെയർ ഓഫ് അവർ മെൻ്റൽ ഹെൽത്ത്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാട്ടിലൊക്കെ മെൻ്റൽ ഹെൽത്ത് വളരെ കോമഡി ആയിട്ടാണ് ആൾക്കാർ പറയുന്നത്. സോ അതല്ല, നമ്മൾ നമ്മുടെ ഹൃദയത്തെ വളരെ ഗാർഡ് ചെയ്യണം. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ എന്നെ വളരെ ആശ്വസിപ്പിച്ച ഒരു വേദഭാഗമായിരുന്നു സങ്കീർത്തനം 94:16 വാക്യം. മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് തോട്ട്സിനകത്ത് നിന്റെ വചനങ്ങൾ എൻ്റെ ആശ്വാസം ആകുന്നു. ഈ വചനം എന്നെ വളരെയധികം ബലപ്പെടുത്തുകയും വളരെയധികം ശക്തീകരിക്കുകയും ചെയ്ത ഒരു വാക്യമാണ്. കാരണം നമ്മൾ അറിയുന്നില്ല, ഈ ലോകത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് അല്ലേ. ഈ എയർപോർട്ട്, ലണ്ടൻ ഹീത്രൂ എയർപോർട്ടും ദുബായ് എയർപോർട്ടും ഒക്കെ വളരെ ബിസി ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ അതിനേക്കാട്ടിലും അപ്പുറമായിട്ടുള്ള തോട്ട് എയർപ്ലെയിൻസ് ആണ് നമ്മുടെ ലൈഫിലൂടെ ഓരോ നിമിഷത്തിലും കടന്നു പോകുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ഇവിടെ നിങ്ങളുടെ മനസ്സിലൂടെ എന്തൊക്കെയാണ് പോകുന്നത് എന്നുള്ള കാര്യം എനിക്ക് ഊഹിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. ഒരു ചിന്ത അങ്ങോട്ട് തീരുന്നതിന് മുമ്പ് അതിനെ കണക്ട് ചെയ്തുള്ള അടുത്ത ചിന്താധാര നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അല്ലേ. അപ്പം ഇതുപോലെയുള്ള തോട്ട് ചെയിൻസ് ഉണ്ടാകുമ്പോൾ എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്താൽ, ഒരു വിചാരമല്ല, അതിങ്ങനെ എക്സ്പൊണൻഷ്യലി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ആശ്വാസം എന്താണെന്നറിയാമോ? നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അവിടെ കാണുന്നത് ദൈ കംഫർട്ട് ഡിലൈറ്റ് മൈ സോൾ. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ആശ്വാസം നമുക്കില്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയിൻ പോലെ വീണ്ടും 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 പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ. നമ്മൾ ഒരു കാര്യം ചിന്തിച്ച് തുടങ്ങി, പക്ഷേ നമ്മൾ പിന്നെ ഇവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത്, ഭൂമിയിലായിരിക്കും തുടങ്ങുന്നത്. നമ്മൾ പിന്നെ ചെന്ന് നിൽക്കുന്നത് സ്പേസ് എക്സ്പ്ലോറേഷനും കഴിഞ്ഞിട്ട് ഇപ്പം പുതുതായിട്ടുള്ള കോൺസ്റ്റലേഷൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ചിന്തിച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് തോട്ട്സ് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാകും. അത് ഇവഞ്ച്വലി ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ആങ്സൈറ്റീസ് ഇൻ അവർ ലൈഫ്സ്. ദാവീദ് ഒരു വിശ്വാസിയായിരുന്നു അല്ലേ. അദ്ദേഹം പറയാണ്, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വം ഉണ്ടായപ്പോൾ എനിക്ക് ആശ്വാസം കിട്ടിയ ഒരേ ഒരു ഇടമേ ഉള്ളൂ. എവിടെയാണ്? ദൈവത്തിൻ്റെ സന്നിധിയാണ്. നമ്മുടെ ഈ ഒരു സീസണിൽ നിങ്ങളുടെ മനസ്സിലൂടെ ഒത്തിരി അധികം ചിന്താധാരകൾ പോകുന്നുണ്ടാകുമായിരിക്കാം. പക്ഷെ അവയെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. കർത്താവേ, എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, വൺ ആഫ്റ്റർ ദി അതർ എൻ്റെ ഉള്ളിലൂടെ ഈ തോട്ട് ചേഞ്ച് കടന്നു പോവുകയാണ്. കർത്താവേ, ഐ ജസ്റ്റ് വാണ്ട് ടു ഡിലൈറ്റ് ഇൻ യുവർ വേർഡ്. കർത്താവേ, അങ്ങയുടെ വചനത്തിൽ എനിക്ക് ആശ്വാസം കണ്ടെത്തണം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആനന്ദിക്കുക. ഈ ദൈവത്തിലുള്ള ആനന്ദം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിനുള്ള സമാധാനവും സന്തോഷവും ഒക്കെ നമുക്കുണ്ടാകുകയുള്ളൂ. നമ്മളെ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മളിങ്ങനെ വലിയ ചിന്താധാരകൾ നമ്മുടെ തലമേൽ വഹിച്ചുകൊണ്ട് ഈ ഭാരമെല്ലാം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നൊന്നും ഇല്ല. അതല്ലേ പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 5:6-7 വാക്യങ്ങളിൽ നാം കാണുന്നത്. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അതിനുശേഷം പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ എന്താ പറയുക, നിങ്ങളുടെ സകല ചിന്താകുലവും. ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഈ തോട്ട് പ്രോസസ്സ് എല്ലാം തലേ വെച്ചുകൊണ്ട് നടന്നിട്ട് നമ്മുടെ മനസമാധാനം പോയി കഴിയുമ്പം ഭക്ഷണം കഴിക്കാതാവുന്നു,
ഭക്ഷണം കഴിക്കാതെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹെൽത്ത് മോശമാകുന്നു. മലയാളി കമ്മ്യൂണിറ്റിയിൽ ശരീരം ഒന്ന് ശോഷിച്ച് കഴിയുമ്പോൾ അടുത്ത ചോദ്യം, എന്നെ പറ്റി മോനെ ഒന്നും കഴിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം വരുമ്പം ബോഡി ഷേമിങ്ങിലേക്ക് പോകുന്നു. പിന്നെ ഒരു ചേഞ്ച് ഓഫ് അടുത്ത ചിന്താധാരകൾക്ക് വേണ്ടിയുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ബേർഡൻസ് എല്ലാം നമ്മൾ വഹിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഇറ്റ് ബിലോങ്സ് ടു ദ ഫീറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെ ചിന്തിക്കുക. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വേദന, ഭാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. ജസ്റ്റ് ടേക്ക് ഇറ്റ് ടു ദ ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇതെല്ലാം വഹിച്ച് നമ്മുടെ ശരീരവും കളഞ്ഞ് നമ്മുടെ മാനസിക ഇതും കളഞ്ഞ് മെൻ്റൽ ഹെൽത്തും കളഞ്ഞ് എല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഒന്നുമില്ലാത്തവനെ പോലെ ആകാൻ കർത്താവ് ആഗ്രഹിക്കുന്നൊന്നും ഇല്ല. കാരണം അവൻ തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തതാണ്. നാം അവനെ സെർവ് ചെയ്യുവാനും സേവിക്കുവാനും വേണ്ടിയാണ് അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ഈ സെർവ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇന്നലെ ഇങ്ങനെയാണ് നടന്നത്, നാളെ ഇങ്ങനെ ആയേ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. നമ്മൾ കേട്ടിട്ടുള്ളൊരു കഥയാണ്. ഒരമ്മച്ചി തലയിൽ ചുമടൊക്കെ ചുമന്നുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരാൾ മറ്റേ നാട്ടിലെ കൈവണ്ടി കണ്ടിട്ടില്ലേ, കൈവണ്ടിയിൽ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എന്നാൽ ഇതിൽ കയറിക്കോ, പ്രായമുള്ള ആളല്ലേ, ഇരുന്നോളാൻ പറഞ്ഞു. അമ്മച്ചി ഈ കൈവണ്ടി കയറി കഴിഞ്ഞപ്പോഴും ഈ തലയിൽ ചാക്ക് ചുമന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് പല വിശ്വാസികൾ. കർത്താവ് അത് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭാരങ്ങൾ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ വിട്ട് കളയേണ്ട പല കാര്യങ്ങളും നമ്മൾ പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. സോ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യമാണ്, യു ഹാവ് ടു കാസ്റ്റ് യുവർ ബേർഡൻ ആൻഡ് നോട്ട് ക്യാരി ദ ബേർഡൻസ്. നിങ്ങൾ അവനെ ഇട്ട് കളയുക, നിങ്ങൾ അതിനെ പിടിച്ചുകൊണ്ട് ഇരിക്കരുത്. ഈ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പത്രോസിൻ്റെ ലേഖനം എഴുതിയതാരാണ്? പത്രോസാണ് എഴുതിയത്. എൻ്റെ 5 അധ്യായങ്ങളുണ്ട്. ഈ 5 അധ്യായങ്ങളുടെ പ്രോഗ്രഷൻ വളരെ രസകരമായിട്ടുള്ളൊരു പ്രോഗ്രഷനാണ് പത്രോസ് പറയുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ ലിവിങ് ഹോപ്പ് അണ്ടർ സോവറിനിറ്റി, ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിൻ്റെ പരമാധികാരം തിരിച്ചറിയുമ്പോൾ നമ്മൾ അവനിൽ എങ്ങനെ ആശ്രയിക്കണം എന്നുള്ളതാണ് 1-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. നമ്മൾ അതിനെ താഴേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. ആ ഹോപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നമ്മൾ ആശ്രയിക്കണം. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സബ്മിഷൻ ആസ് വർഷിപ്പ്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു, then you have to submit your life as worship. അതിലെ താഴോട്ട് ഒരു വാക്യങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം ഇണ്ടാതാക്കണം എന്നുള്ള ദൈവേഷ്ടമാകുന്നു. താഴേക്ക് വരുമ്പോൾ ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക. സോ യു ആർ വർഷിപ്പിംഗ് ഗോഡ് ത്രൂ ദി പെർസിക്യൂഷൻ that you are going through എന്ന് പറഞ്ഞ ശേഷം 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നതാണ് ജെന്റിൽ സ്ട്രെങ്ത് ഇൻ എ ഹോസ്റ്റൈൽ വേൾഡ്. എങ്ങനെയാണ് ഒരു കലുഷിതമായിട്ടുള്ള ജീവിതത്തിൽ കർത്താവിൽ ആശ്രയിക്കണം, സ്ട്രെങ്ത് കണ്ടെത്തണം. അതാണ് പറയുന്നത്, നിങ്ങൾ കഷ്ടം സഹിക്കണം എന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, എന്ത് വേണം? നന്മ ചെയ്തിട്ട് വേണം. സോ തിന്മ ചെയ്തിട്ടല്ല നിങ്ങൾ കഷ്ടത്തിലൂടെ പോകുന്നത്. യു ഹാവ് ടു സഫർ ആസ് എ ക്രിസ്ത്യൻ, ട്രൂ ക്രിസ്ത്യനായിട്ട് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? ആ ഹോസ്റ്റൈൽ വേൾഡിൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയം കണ്ടെത്തണം. അതിനുശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ താഴേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് സഫറിങ് ആസ് ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് കൂടെ കഷ്ടം അനുഭവിക്കുവാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക. അതല്ലേ 13-ാം വാക്യം കാണുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. സോ അങ്ങനെ പറഞ്ഞ് മുമ്പോട്ടേക്ക് വന്നതിന് ശേഷം അവസാനത്തെ അധ്യായത്തിൽ വരുമ്പോൾ ഹ്യൂമിലിറ്റി അണ്ടർ ഗോഡ്സ് മൈറ്റി ഹാൻഡ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഹോപ്പ് 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, 2-3 അധ്യായത്തിന്റെ മെയിൻ തീം സബ്മിഷൻ, താണിരിക്കുക എന്നുള്ളത്, വിധേയപ്പെടുക എന്നുള്ളതാണ്. 4-ാമത്തെ അധ്യായത്തിൽ സഫറിങ്ങിനെ പറ്റി, കഷ്ടതയെ പറ്റി പറഞ്ഞു. അതിന്റെ അവസാന അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ നിങ്ങളെ തന്നെ ഹംബിൾ ആക്കണം, വിനയപ്പെടുത്തണം എന്നുള്ള കാര്യമാണ്. ആ ഒരു ചെയിൻ ഓഫ് തോട്ട്സിലൂടെയാണ് പത്രോസ് തന്റെ ലേഖനം മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനിടയായി തീർന്നിരിക്കുന്നത്. സോ ഇന്നത്തെ ഈ വാക്യത്തിനകത്ത് നിന്ന്, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ്ത്താണ്. അതല്ല എൻ്റെ ടോപ്പിക്ക്. അടുത്ത വാക്യമാണ് എൻ്റെ മെയിൻ ടോപ്പിക്ക്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സോ ഈ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇടണമെങ്കിൽ അതിനുള്ളൊരു പ്രീ റെക്വസിറ്റായിട്ടാണ് 6-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നത്. എന്ത്? അതുകൊണ്ട് അവൻ നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ഇങ്ങനെ കാര്യമാണ് തുടങ്ങുന്നത്. സോ ഇന്ന് ഞാൻ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്, ദ പോസ്ചർ ഓഫ് ഹ്യൂമിലിറ്റി. നമ്മൾ എങ്ങനെയാണ് ഹംബിൾ ആകേണ്ടത്? ഹ്യൂമിലിറ്റി നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? ആശ്രയം നമുക്കുണ്ട്, ദൈവത്തിൽ ആശ്രയിച്ച് തുടങ്ങി,
ആശ്രയിച്ച് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ വിധേയപ്പെടണം. ഈ ഹ്യൂമിലിറ്റി ഇല്ലെങ്കിൽ റെസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഹ്യൂമിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് റെസ്റ്റ് കിട്ടത്തില്ല. ദൈവത്തിനോടുള്ള റെവറൻസിലാണ് തൻ്റെ ലേഖനം ഈ വാക്യം തുടങ്ങുവാൻ ഇടയായി തീർന്നിരിക്കുന്നത്. സോ റിലീഫ് വിത്തൗട്ട് റെവറൻസ് ഈസ് ടെമ്പററി. റിലീഫ് ഉണ്ടാകുമായിരിക്കും, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്നില്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ളൊരു ഒരു റിലീഫ് മാത്രമായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. നിത്യമായിട്ടുള്ളൊരു സമാധാനം, ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ വി ഹാവ് ടു ഗിവ് റെവറൻസ് ടു ഗോഡ്. ദൈവത്തെ നാം ബഹുമാനിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങൾ താണ് ഇരിക്കണമെന്ന് പറയുന്നത്. സോ താണിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മൊത്തം ഓക്കെ ആകുകയാണോ? താണിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാ പ്രശ്നങ്ങളും ദൈവം എന്നാ പിന്നെ പോട്ടെന്ന് പറഞ്ഞിട്ട് എടുത്ത് കളയുവാണോ? അല്ല. ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? നാം താഴ്മ ധരിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലൊരു താഴ്മയും വിനയവും നമുക്ക് ഉണ്ടാകണം. എന്താണ് ഈ താഴ്മ? എന്താണ് വിനയപ്പെടുക? അല്ലെങ്കിൽ ഈ ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ ഇവിടെ ഒരു പ്രസംഗം ഈ ഹ്യൂമിലിറ്റിയെ പറ്റി, താഴ്മയെപ്പറ്റിയും വിനയത്തെപ്പറ്റി നേരത്തെ ഞാൻ സംസാരിച്ചൊരു കാര്യമാണ്. അതിൽ പറഞ്ഞൊരു കാര്യം ഇതാണ്: ഈ താഴ്മ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ത്യജിക്കുക, അല്ലെങ്കിൽ സെൽഫ് ഹേറ്റഡ് ആകുക, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നിനും പറ്റത്തില്ല, ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ, എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം കിട്ടിയത് എന്നുള്ളതല്ല താഴ്മയെന്ന് പറയുന്നത്. ചില ആൾക്കാർ പ്രാർത്ഥിക്കും, ഞാൻ പുഴുവാണ്, കൃമിയാണ്, കീടമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ സെൽഫായിട്ട് അവരെ അങ്ങ് ചെറുതാക്കി. അതല്ല ശരിക്കും താഴ്മ ധരിക്കുക എന്ന് പറയുന്നത്. ശരിക്കും താഴ്മ ധരിക്കുക എന്ന് പറയുന്നത് നാം ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുകയാണ്. അതായത് എന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവം പരമാധികാരിയാണെന്നും ദൈവം എന്നേക്കാൾ ജ്ഞാനമുള്ളവനാണെന്നും ഇന്നത്തേതല്ല, എൻ്റെ ജീവിത അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്നും അവൻ എന്നെ മെടഞ്ഞു എന്നുള്ള ബോധ്യം നാം ധരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ നള്ളിഫൈ ആകുക, നമ്മളെ പറ്റിയുള്ള ചിന്ത ഇല്ലാതാകുകയാണ്. അതാണ് ശരിക്കും ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. അതല്ലാതെ പുഴുവും കൃമിയും ആകുന്നതല്ല. എന്നെപ്പറ്റി ഞാൻ ചെറുതായിട്ട് ചിന്തിക്കുന്നതിനെയാണ് താഴ്മയെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം വരികയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മഹാത്മ്യം നാം തിരിച്ചറിഞ്ഞതിന് ശേഷം അപ്പോൾ ഞാൻ ഇല്ലാതായി മാറുകയാണ്. എൻ്റെ ഐഡൻറ്റിറ്റി അവിടെ ഇല്ലാതായി മാറുകയാണ്. അതിനെയാണ് താഴ്മയെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഒന്നുകൂടെ പറയണമെങ്കിൽ ഞാൻ പറയാം. പൗലോസ് തന്നെ തൻ്റെ കൺവേർഷനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയുന്നത്, ഞാനൊരു പ്രകാശം കണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചത്തെ കണ്ടു എന്ന് പറഞ്ഞു. ശേഷം പറയുകയാണ്, വലിയൊരു വെളിച്ചം താൻ കണ്ടെന്നാണ് താൻ തൻ്റെ കൺവേർഷനെ പറ്റി മൂന്ന് ഭാഗങ്ങളിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ താൻ തന്നെ പറ്റി പറയുന്നതുകൊണ്ട് അവസാനം പറഞ്ഞു, ഈ പാപികളിൽ ഞാൻ ഒന്നാമൻ. അതായത് ഐ ആം ദ ഗ്രേറ്റസ്റ്റ് എമംഗ് ദി സിന്നേഴ്സ്. അതായത് കർത്താവ് എന്നെ സ്നേഹിക്കുവാൻ ഒരു യോഗ്യതയും ഇല്ലായിരുന്നു. ആ പാപികളുടെ കൂട്ടത്തിനകത്ത് ഏറ്റവും റോൾ നമ്പർ 1 ആയിരുന്നു ആര്? ഈ പൗലോസ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ശരിക്കും പറഞ്ഞാൽ താഴ്മയെന്ന് പറയുന്നത്. അതായത് ഞാൻ എന്നെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ ദൈവത്തിൻ്റെ ആ വലുപ്പം, ദൈവത്തിൻ്റെ മഹാത്മ്യം തിരിച്ചറിയുന്നതിനെയാണ് താഴ്മയെന്ന് പറയുന്നത്. ഈ താഴ്മയുടെ ഓപ്പോസിറ്റ് എന്തുവാ? അഹങ്കാരം അല്ലെങ്കിൽ നിഗളം. സോ ദൈവം നമ്മെ ഉയർത്തുവാൻ, ദൈവം നമ്മെ ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹമുണ്ട്. പക്ഷെ താഴ്മയില്ലെങ്കിൽ, ഈ നിഗളം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവം ആശ്വസിപ്പിക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? നിഗളം പറയുന്നത് എന്താണ്? എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഞാൻ ഈ പ്രശ്നത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓക്കെ, ഐ ക്യാൻ മാനേജ് ദിസ്, എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട എന്നാണ് നിഗളം പറയുന്നത്. അപ്പൊ ദൈവം എന്താ പറയുന്നത്? സകലവും ഇട്ടുകൊള്ളാൻ വേണ്ടിയാണ് കർത്താവ് പറയുന്നത്. പക്ഷെ നിഗളം പറയുക, എൻ്റെ ഉള്ളിലെ ഈഗോ പറയുകയാണ്, ഇട്ടുകൊടുക്കത്തില്ല ഞാൻ, എനിക്ക് മരണം വരെ ഇത് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്മെ ഉയർത്തുന്നതിനും ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നതിനും തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഡിഫറെൻറ്റ് സീസൺസിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന ചിന്താധാരകൾ എന്താണെന്ന് ഞങ്ങൾ അറിയുന്നില്ല, ദൈവം അറിയുന്നുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ ആ ചിന്താധാരകൾ മാത്രം ഹോൾഡ് ഓൺ ചെയ്തിട്ട് വിനയപ്പെടുന്നില്ലെങ്കിൽ, താഴ്മ ധരിക്കുന്നില്ലെങ്കിൽ അവൻ്റെ സമാധാനം അവൻ നമുക്ക് നൽകുകയില്ലെന്നുള്ള കാര്യം നാം
മറന്നു പോകരുത്. അവൻ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. So this morning I just want to encourage you to humble in the presence of the Lord. ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട്, അവന് ഇച്ചിരി അഹങ്കാരം കൂടുതലായതുകൊണ്ടാണ് അവന് ആ അടി, അല്ലേ? കേട്ടിട്ടില്ലേ? അവൻ അത് കിട്ടേണ്ടത് ആവശ്യമായിരുന്നു. ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ഈ പോകുന്ന സീസൺ എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായത്? എൻ്റെ നിഗളം കൊണ്ടാണോ, എൻ്റെ അഹങ്കാരം കൊണ്ടാണോ, എനിക്ക് ദൈവസ്നേഹം നഷ്ടപ്പെട്ടത് കൊണ്ടാണോ, എൻ്റെ ദൈവാശയം നഷ്ടപ്പെട്ടത് കൊണ്ടാണോ എന്നൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ ഈ താഴ്മയും വിനയവും ധരിക്കുവാൻ നമുക്ക് പറ്റുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സോ ദിസ് മോർണിംഗ് വി ഹാവ് ടു ചെക്ക് അവർ ലൈഫ്. വൈ ആം ഐ ഗോയിങ് ത്രൂ ദിസ് സീസൺ? എന്തുകൊണ്ടാണ് ഞാൻ ഈ സീസണിലൂടെ കടന്നു പോകുന്നത്? ഞാൻ ഇത് അനുഭവിക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ എന്നെ തന്നെ ചെക്ക് ചെയ്തിട്ട് എന്നെ തന്നെ ഒന്നുകൂടെ ക്ലെൻസ് ചെയ്യേണ്ട ഒരു പകലാണെങ്കിൽ, I am just coming to your presence, God. I just want to be cleansed by your grace this morning. So നിഗളം വെച്ചുകൊണ്ടാണ് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നതെങ്കിൽ അതിനെ അരഗൻസ് എന്നാ പറയുന്നത്, ഫെയ്ത്ത് എന്നല്ല പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിഗളം വെച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ദൈവം ഈ സെക്കൻഡറി ടു മൈ തോട്ട് പ്രോസസ്. അതിനെ അരഗൻസ് എന്നാണ് പറയുന്നത്. പ്രേയർ ബിക്കംസ് പെർഫോമൻസ്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ആൾക്കാർ പറയും, ഓ ബ്രദറിന്റെ പ്രാർത്ഥന കിട്ടുങ്ങുമായിരുന്നു, അല്ലേ? കിട്ടുങ്ങുമായിരുന്നു. ഇത് പെർഫോമൻസാ, ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയൊന്നും അല്ല. ദൈവാശ്രയം ഇല്ലാത്തതിന്റെ കാര്യമാണ്, പ്രൈഡിന്റെ കാര്യത്തെ പറ്റിയാ പറഞ്ഞേ. 3, സർവീസ് ബിക്കംസ് സെൽഫ് പ്രമോഷൻ. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, താഴെ കാണും എൻ്റെ പേര്, എൻ്റെ മഹത്വം ഉണ്ടാകണം. സഫറിങ് ബിക്കംസ് ബിറ്റർനെസ്. കഷ്ടതയിൽ കൂടെ പോവുക, പക്ഷേ മനസ്സിനകത്ത് എന്തുകൊണ്ടാണ്? കയ്പ് നിറയുക. അതിനകത്ത് ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുന്നില്ല, ദൈവത്തിന്റെ ആശ്വാസങ്ങൾ ദൈവം നൽകുന്നില്ല. പകരം ഫ്രം 1 degree ഓഫ് ബിറ്റർനെസ് ടു അനദർ ഡിഗ്രി ഓഫ് ബിറ്റർനെസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒന്ന് ഞാൻ പറഞ്ഞു, ഫെയ്ത്ത് ബിക്കംസ് അരഗൻസ്, പ്രേയർ ബിക്കംസ് പെർഫോമൻസ്. 3, സർവീസ് ബിക്കംസ് സെൽഫ് പ്രൊമോഷൻ ആൻഡ് സഫറിങ് ബിക്കംസ് ബിറ്റർനെസ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവാശ്രയത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം നമ്മെ തന്നെ എംപ്റ്റി ചെയ്യുന്ന ഒരു പകലായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ നല്ല താഴ്മയുടെയും വിനയത്തിൻ്റെയും ഏറ്റവും നല്ല ഉദാഹരണം യേശുക്രിസ്തു തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം വളരെ ഈസിയാണ് നമുക്ക് വായിച്ചു വിടാൻ വേണ്ടി. സ്വർഗത്തിലെ അവൻ്റെ ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്നാണ് പറയാൻ, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. നിങ്ങൾ ആ സിനാരിയോ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എന്തെങ്കിലും ആവശ്യമുണ്ടോ അങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ള? എന്തെങ്കിലും ആവശ്യമുണ്ട്? നമുക്ക് നമ്മളുടെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാൻ വളരെ ഈസിയാണ്. പക്ഷെങ്കിൽ ദൈവം തൻ്റെ ദൈവത്വം മാറ്റിവെച്ചിട്ട്, ഉരിഞ്ഞു കളഞ്ഞിട്ട്, തന്നെത്താൻ എംപ്റ്റി ചെയ്തിട്ട് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയാറ്റിരുന്നു. അത്രയും വലിയ ദൈവത്തിൻ്റെ ദാസന്മാരാണ് നമ്മൾ ചെറിയ കാര്യത്തിനകത്ത് നമ്മൾ വലിയ സംഭവമായിട്ടാണ് നമ്മളെ തന്നെ കാണിക്കുന്നത്. So we must have humility as Christ had shown through his life. ക്രിസ്തു കാണിച്ചു തന്ന ആ ഒരു മനോഭാവത്തിൽ ഈ ഹ്യൂമിലിറ്റി നമ്മൾ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. എവിടെയാണ് നമ്മൾ ഈ ഹമ്പിൾ ആകേണ്ടത്? അതിന് താഴെ കാണുന്നു, അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ ആണ്ടിരിക്കണം. നമ്മുടെ നീഡ് അനുസരിച്ച് ആൾക്കാരുടെ മുമ്പിൽ താഴ്മ ധരിക്കാറില്ലേ? എനിക്ക് ഇതാണ്, എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. പക്ഷേ ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ ഒരു പരിധി. ജോസഫിൻ്റെ ജീവിതത്തിലോട്ട് നോക്കിയേ. ജോസഫ് പറഞ്ഞു, ചെന്ന് കഴിയുമ്പം എന്നെ കൂടി ഒന്ന് ഓർക്കണേ. പക്ഷേ മറ്റേ പുള്ളിക്കാരൻ സെർവും ചെയ്യാൻ തുടങ്ങി, പുള്ളിയുടെ വീട്ടിലും തിരിച്ചു പോയി. ഇപ്പോഴും ഈ പുള്ളിക്കാരൻ എവിടെ കിടക്കുക? നമ്മൾ ആഗ്രഹിക്കുന്നത് റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഈ ആൾക്കാരുടെ മുമ്പിൽ താഴുവാൻ വേണ്ടിയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. നിങ്ങൾ ആ ബലമുള്ള കൈ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് കടന്നു പോകുന്നത്? പഴയ നിയമത്തിലെ ഓരോ സീസൺസ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ജ്ഞാനത്തോടെ ആകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവൻ, ഓരോ നക്ഷത്രങ്ങളെയും അതതിൻ്റെ സ്ഥാനത്താക്കി വെച്ചവൻ,
ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് തന്റെ വീര്യമുള്ള ഭുജത്താൽ പുറപ്പെടുവിച്ചവൻ. ഓരോ സീസൺസുകൾ നോക്കിയേ, പ്രവാചകന്മാരിലൂടെ കർത്താവിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നു. അവസാനമായിട്ട് തൻ്റെ പുത്രനെ തന്നെ നൽകിയ ആ ബലമുള്ള ഭുജം, മനസ്സിലാവുന്നുണ്ടോ? അത്രയും കാര്യങ്ങളൊക്കെ നടത്തിയ ആ ദൈവത്തിന് മുമ്പാകെയാണ് നാം എന്ത് ചെയ്യേണ്ടത്? വിനയപ്പെടേണ്ടത്, താഴ്മ ധരിക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലല്ല നമ്മൾ നമ്മെ തന്നെ എക്സ്പോസ് ചെയ്യേണ്ടത്. നമ്മൾ നമ്മെ തന്നെ, നമ്മുടെ ഹൃദയങ്ങളെ എക്സ്പോസ് ചെയ്യേണ്ടത് വേറെ ആരുടെയും മുമ്പിലല്ല, ദൈവത്തിന്റെ മുമ്പിൽ അങ്ങ് എക്സ്പോസ് ചെയ്യണം. തൻ്റെ ബലമുള്ള ഭുജത്തിന്റെ മുമ്പാകെ നിങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കണം. സോ when you acknowledge this mighty hand, നിങ്ങൾ നിങ്ങളുടെ ഫീബിൾനെസ്സിനെ, നിങ്ങളുടെ വീക്ക്നെസ്സിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നാം എത്ര ക്ഷണികരാണെന്നാണ് ഈ ബലമുള്ള കൈക്ക് കീഴിൽ വരുമ്പോൾ ഉണ്ടാകുന്നത്. സോ താഴ്മ ധരിക്കണം. യെസ്, നമുക്ക് ഹ്യൂമിലിറ്റി ഉണ്ടാകണം. എവിടെയാണ് താഴ്മ ധരിക്കേണ്ടത്? അവൻ്റെ കൈ കീഴിൽ നമുക്ക് താഴ്മ ധരിക്കണം. ഈ താഴ്മ ഇവിടെ ധരിക്കാത്തത് കൊണ്ടാണ് സമാധാനം നമുക്ക് ഇല്ലാത്തത്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അങ്ങ് ഓപ്പണപ്പായി, നമ്മുടെ ജീവിതം ഒരു ഓപ്പൺ ബുക്ക് പോലെ എല്ലാവരുടെയും മുമ്പിൽ അറിയാം. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുകയാണെങ്കിൽ അവൻ്റെ സമാധാനം അവൻ നമുക്ക് നൽകുകയില്ല. ഇങ്ങനെ ആ ഹ്യൂമിലിറ്റിയുടെ ആ ഒരു സെറ്റപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് പത്രോസ് പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയ. മനസ്സിലാവുന്നുണ്ടോ? ആ പ്രോഗ്രഷൻ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ മാറ്റി വെക്കണം, താഴ്മ ധരിക്കണം. എവിടെ? കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നതിന് ശേഷം എന്ത് ചെയ്യണം? You have to cast your burdens upon him. So practice of casting ആണ് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുന്നത്. പത്രോസ് പറഞ്ഞില്ല, നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, പിന്നെ എപ്പോഴും തിങ്ക് പോസിറ്റീവ്. ഇതൊന്നും അല്ല പത്രോസ് പറഞ്ഞത്. പത്രോസ് പറഞ്ഞ എന്താണ്? നിങ്ങളുടെ പ്രശ്നമൊക്കെ വലുതാണെങ്കിലും ഇത് നടക്കും, അത്ഭുതം നടക്കും എന്നല്ല വിചാരിക്കേണ്ടത്. നിങ്ങളുടെ ബേർഡൻസിനെ ഇട്ട് കളയുക, കാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുഴുവനായി എടുത്ത് പറിച്ചെറിയുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ശകലമായിട്ട് കളയുക അല്ല, സകലമായിട്ട് എടുത്തങ്ങ് കളയുക അല്ലെങ്കിൽ ഇടുക. ഡെലിബറേറ്റ് സറണ്ടർ ആണ്. മുമ്പേ പറഞ്ഞു താഴ്മ ധരിക്കണം. ഇവിടെ മറ്റുള്ളവരുടെ പരപ്രേരണയാലല്ല നാം ചെയ്യേണ്ടത്. പകരം ഞാൻ എൻ്റെ ഫീബിൾനെസ്, എൻ്റെ ഹ്യൂമിലിറ്റിയിൽ ഞാൻ തിരിച്ചറിഞ്ഞു. അവിടെ ഞാൻ എന്നെ തന്നെ അങ്ങ് കാസ്റ്റ് ചെയ്യുകയാണ്. കർത്താവേ, അങ്ങ് എന്നെ ഒന്ന് മെൻഡ് ചെയ്യണം, അങ്ങനെ ഒന്ന് പണിതെടുക്കണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണ്, ഒരു കുഞ്ഞ് ഈ നൂലും കൊണ്ട് കളിച്ചതിന് ശേഷം കുരുങ്ങി കഴിയുമ്പോൾ തൻ്റെ മാതാവിൻ്റെ കൈകളിലേക്ക് വേണേ ശരിയാക്കിക്കോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് പോലെ നമ്മുടെ തോട്ട് പ്രോസസ് ഒക്കെ ഫ്രം വൺ ടു അനദർ കണക്ട് ചെയ്ത് മൊത്തം കുളമായി ഇനി എന്ത് ചെയ്യുന്ന അറിയാതിരിക്കുകയാണെങ്കിൽ just throw it to you through the hands of Christ. നിങ്ങളുടെ ജീവിതത്തിലെ എത്ര പ്രശ്നമാണെങ്കിലും അതിനെ റീവയർ ചെയ്ത് നിങ്ങളെ നല്ല പാതയിലൂടെ നടത്തുവാൻ അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ. പക്ഷേ ഒറ്റ കാര്യം, you have to have humility. വിനയം ധരിക്കുന്നില്ലെങ്കിൽ ഇത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നില്ല. സോ കാസ്റ്റിംഗ് മീൻസ് ഡിസൈസീവ് ആക്ഷൻ. നമ്മൾ എടുക്കേണ്ട ഒരു ചോയ്സ് ആണത്. കാസ്റ്റിംഗ് മീൻസ് ടോട്ടൽ സറണ്ടർ. അത് ആബ്സല്യൂട്ട് സറണ്ടറിങ് ആണ് ഉണ്ടാകേണ്ടത്. ആൻഡ് കാസ്റ്റിംഗ് മീൻസ് എ ഡിസിപ്ലിൻ. സോ ഇത് ഒരിക്കലായിട്ട് നമുക്ക് നടത്തേണ്ട ഒരു കാര്യം അല്ല. ഒരു ദിവസം നമ്മൾ ചെയ്തു, സീസൺസ് ഒക്കെ നന്നായി കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും അഹങ്കാരം തലയിലിട്ട് വഹിച്ചു വെക്കാൻ വേണ്ടിയല്ല. ഒരു ക്രിസ്തു വിശ്വാസി തിരിച്ചറിയേണ്ട കാര്യം എന്താണ്? തന്നെത്താൻ ത്യജിച്ച് കൂശെടുത്തുകൊണ്ട് എന്ന് വരെയാ നാൾതോറും അനുഗമിക്കണം. ഇതൊരു ഡിസിപ്ലിനാണ്. ഈ താഴ്മ എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനാണ്. ആൻഡ് ഫോർത്ത് പോയിന്റ്, കാസ്റ്റിംഗ് മീൻസ് ലെറ്റിംഗ് ഗോ ഓഫ് കൺട്രോൾ. ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ മുറുകെ പിടിച്ചിരിക്കുന്നതിനെയൊക്കെ ഒന്ന് അയച്ചു കളയണം. ഇതിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കൈക്കുള്ള വേദന അതികഠിനമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മൾ പ്രാപിക്കണം. സോ ജസ്റ്റ് ലെറ്റ് ഗോ ഓഫ് ദ തിങ്സ് ദാറ്റ് യു ആർ ഹോൾഡിങ് ഇൻ യുവർ ഹാൻഡ്സ്. ഗോഡ്, യു ടേക്ക് കൺട്രോൾ. കർത്താവ്, എൻ്റെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് എനിക്കറിയത്തില്ല, അങ്ങ് എൻ്റെ ജീവിതത്തെ ഒന്ന് നടത്തിയെടുക്കണം കർത്താവേ. ഞാൻ വായിച്ചൊരു കൊട്ടേഷൻ എങ്ങനെയാണ്? വെറി ഈസ് പ്രൈഡ് പ്രിറ്റൻഡിങ് ടു ബി റെസ്പോൺസിബിലിറ്റി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വെറി ഈസ് പ്രൈഡ് പ്രിറ്റൻഡിങ് ടു ബി റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി ആണെന്ന് വിചാരിച്ച് നമ്മൾ നിഗളത്തോടുകൂടി എന്ത് ചെയ്യുകയാണ്? നമ്മളങ്ങ്
ചിന്തിച്ച് കൂട്ടുകയാണ്, വെറി ചെയ്യുകയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇട്ട് കളയാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മൾ അതേ കാര്യം തന്നെ ചിന്തിച്ച് കൂട്ടുകയാണ്. സോ ആ പ്രൈഡ് എടുത്ത് മാറ്റിയിട്ട്, ഞാൻ ചിന്തിച്ചാൽ അല്ല കാര്യങ്ങൾ സ്മൂത്ത് ആകുന്നത്, ഞാൻ ചിന്തിച്ചില്ലെങ്കിലും കാശിന് ഒരു കുരുകിലിനെ വിൽക്കുന്നു, അല്ലേ? അങ്ങനെ അതിനെ കരുതാൻ കർത്താവിന് കഴിയുമെങ്കിൽ എൻ്റെ കാര്യത്തെ ചെയ്യുവാൻ അവൻ എത്രയധികം ചെയ്യുമെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാണെങ്കിൽ എന്തിനാ ഇത്രയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. ഈ ഒരു സീസണിൽ ഒറ്റ കാര്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് ലെറ്റ് ഗോ ഓഫ് ദ തിങ്സ് ദാറ്റ് യു ആർ ഹോൾഡിങ് ഓൺ ടു യുവർ ലൈഫ്. നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ മനസ്സിനെ ഒന്ന് സമാധാനപ്പെടുത്തുക. ഇത് വളരെ ഈസി ആയിട്ടൊരു കാര്യമല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള തോട്ട് പ്രോസസ് ഒക്കെ ഒത്തിരി അധികമാണ്. അത് ഒരു നിമിഷത്തിൽ നടക്കുന്ന കാര്യമല്ല. ബട്ട് വെൻ യു അണ്ടർസ്റ്റാൻഡ് ദി സോവർണിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പരമാധികാരം, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള സമാധാനത്തിൽ നാം വരുമ്പോൾ ഈ ചിന്തിച്ച് കൂട്ടിയത് കൊണ്ട് ഒന്നും കാര്യമില്ലെന്ന് നമുക്ക് മനസ്സിലാകുവാനിടയായി തീരും. സോ ഈ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റെസ്റ്റ് നമുക്ക് ഉണ്ടാകത്തുള്ളൂ, അല്ലേ? ചില ആൾക്കാർ പറയുന്നുണ്ട്, ഉറങ്ങിയിട്ട് മര്യാദയ്ക്ക് ഉറങ്ങി. അങ്ങനെയല്ല, മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് ആളുകളായി. എന്തുകൊണ്ടാ? ഇതാ പിടിച്ചോണ്ടിരിക്കുക. ദൈവം പറയാണ്, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. നിങ്ങൾ പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഇത്രയും നാൾ എന്തെങ്കിലും സംഭവിച്ചോ? പിന്നെ എന്തിനാ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? വിട്ടു കിടക്കുക. ഞാനല്ല എൻ്റെ ജീവിതത്തിൻ്റെ നായകനും നടത്തിപ്പുകാരനും, അവിടെ നിന്നാണെന്നുള്ള ബോധ്യം ആദ്യം പ്രാപിക്കുക. ഇത് പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ ചില ആൾക്കാർ ആബ്സെന്റ് മൈൻഡഡ് ആയി പോകും. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ജസ്റ്റ് ലെറ്റ് ഗോ ഓഫ് ദ തിങ്സ് ദാറ്റ് യു ആർ ഹോൾഡിങ് ഓൺ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിക്കണം. സോ ഈ കാസ്റ്റിംഗ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ആശ്വാസം, റെസ്റ്റ് നമുക്ക് ഉണ്ടാകുകയുള്ളൂ. മത്തായി സുവിശേഷം 11 അധ്യായത്തിൽ കാണുന്നു, കം ടു മീ, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നവർ, തളർന്നിരിക്കുന്നവർ ആശ്വാസം പ്രാപിക്കുവാൻ എവിടേക്ക് വേണം? എൻ്റെ അരികിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം പകരും. ഹല്ലേലൂയ. കർത്താവ് ഇൻവൈറ്റ് ചെയ്യുകയാണ്, കർത്താവ് വിളിക്കുകയാണ്. Why are you still holding on to the things that you're holding on right now? ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, അക്നോളജ് യുവർ ബേർഡൻ. കർത്താവേ, എൻ്റെ ലൈഫിൽ ഈ ഒരു ബേർഡൻ ഉണ്ട് എന്ന കാര്യം ആദ്യം അങ്ങ് സമ്മതിക്കുക, അല്ലേ? അത് ഈ എന്ത് കാര്യത്തിലാണ് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് അറിയാതിരിക്കുമ്പോഴാണ് മെയിൻ പ്രശ്നം. ആദ്യം അതിനെ അക്നോളജ് ചെയ്യുക. സോ ഡോണ്ട് ഡിനൈ ഓർ ഹൈഡ് ഇറ്റ്. കർത്താവിൻ്റെ സ്ഥാനത്ത് പറയുക, കർത്താവ് ഇത് തന്നെ അലട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ അക്നോളജ് ചെയ്യുക. 2, പ്രേ ഡിസൈസീവ്ലി. കർത്താവേ, ഇത് ഞാൻ അങ്ങയുടെ കയ്യിൽ തരികയാണ്. വീണ്ടും അതിനെപ്പറ്റി ചിന്തിക്കാമല്ല, എന്നെ ഞാൻ അങ്ങയുടെ കയ്യിൽ തരികയാണ്, എന്നെ ഒന്ന് സഹായിക്കണം കർത്താവ്. ഇത് കംപ്ലീറ്റ്ലി കാസ്റ്റ് ചെയ്യുവാൻ എന്നെ ഒന്ന് സഹായിക്കണം. 3, കൺഫസ് യുവർ ലിമിറ്റ്സ്. കർത്താവേ, ഞാൻ ചിന്തിച്ചിട്ട് ഇതിനകത്ത് അവസാനങ്ങളൊന്നുമില്ല, നിന്റെ കൈ ഉണ്ടെങ്കിലേ എനിക്ക് എന്തെങ്കിലും പറ്റത്തുള്ളൂ. സോ കൺഫസ് യുവർ ലിമിറ്റ്സ്. 4, ഇതാണ് ഇച്ചിരി പാടുള്ള കാര്യം, റിലീസ് കൺട്രോൾ. കർത്താവെ, ഞാൻ മുഴുവനായിട്ടങ്ങ് വിടുകയാണ്. ഇത് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ പറഞ്ഞത്. സോ റിലീസ് യുവർ കൺട്രോൾ ഓവർ ദാറ്റ് സിറ്റുവേഷൻ. 4, റിപ്പീറ്റ് ഡെയിലി എന്ന് പറഞ്ഞത് ഇതൊരു ഡിസിപ്ലിനാണ്. യു ഹാവ് ടു ഡു ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ until you are at peace and until you are at rest in the presence of the Lord. ഒന്നാമത്തെ കാര്യം എന്താണ്? അക്നോളജ് യുവർ ബർഡൻ, കർത്താവിന് സന്നിധിയിൽ സമർപ്പിക്കുക. 2, പ്രേ ഡിസൈസീവ്ലി. 3, കൺഫസ് യുവർ ലിമിറ്റ്. 4, റിലീസ് കൺട്രോൾ. 5-മതായിട്ട് ഇത് എല്ലാ ദിനവും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. സോ ഫെയ്ത്ത് ഈസ് എക്സസൈസ്ഡ് വെൻ വി കാസ്റ്റ് കെയർ, നോട്ട് വെൻ വി ക്ലിങ് ടു ഇറ്റ്. വിശ്വാസം എക്സസൈസ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ആശ്രയം അല്ലെങ്കിൽ നമ്മുടെ ഭാരത്തെ അവൻ്റെ മേൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് ശരിക്കും വിശ്വാസം വർക്ക് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ ശരിക്കും ഉടായ്പാണ്, നമ്മൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആശ്രയിക്കാത്തത്. സോ മേക്ക് ഷുവർ യു put your trust in him and make sure you have good faith in him to cast your burdens upon him. So 2 കാര്യങ്ങൾ പറഞ്ഞു. Humility prepares our hearts.
ആൻഡ് കാസ്റ്റിംഗ് റിലീസസ് ദി ബേർഡൻ. നമ്മൾ പറഞ്ഞു ഹ്യൂമിലിറ്റി നമ്മുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യുന്നു. 2, കാസ്റ്റിംഗ് റിലീസസ് അവർ ബേർഡൻ. മൂന്നാമതായിട്ട് ദ പ്രോമിസ് ഓഫ് കെയർ. 3 പീസല്ലേ പറഞ്ഞത്. സോ മൂന്നാമതായിട്ട് ദ പ്രോമിസ് ഓഫ് കെയർ. അതാണ് കാണുന്നത് വേഴ്സ് 7 കാണുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുകയാണ്. സോ ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ ഹോപ്പ്. വേറൊന്നും നമുക്ക് ആശ്രയിക്കുവാനില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. ഇതിൽ പരമായിട്ടുള്ള പ്രോമിസ് വേറെ എന്താ വേണ്ടത്? നമ്മുടെ പേരൻസ് നമ്മളോട് പറഞ്ഞിട്ടില്ല, മക്കളെ നീ ചാകുന്നവരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നമ്മുടെ പേരൻസ് നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മുടെ മക്കൾ നമ്മളോട് കൂടെ കാണത്തില്ല. നമ്മുടെ ഗ്രാൻഡ് പേരൻസ് കാണത്തില്ല. നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് കാണത്തില്ല. നമ്മുടെ പാർട്ട്നേഴ്സ് കാണത്തില്ല. ആരും തന്നെ കാണുകയില്ല. അവൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അവൻ്റെ സഖിത്വം, അവൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, അവൻ എൻ്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന ബോധ്യമുണ്ടെങ്കിൽ, ജസ്റ്റ് ഗീവ് യുവർ ബർഡൻ ടു ഹിം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവൻ്റെ കരത്തിൽ നമ്മെ വഹിക്കുകയാണെന്നുള്ള ചിന്തയിൽ ആ ഒരു രീതിയിൽ ചിന്തിച്ച് നോക്കിയേ. ഹി ഈസ് ക്യാരിങ് us in his hands and you don't have to carry your burden when he is carrying you. മുമ്പേ പറഞ്ഞ അമ്മച്ചിയെ പോലെ നമ്മൾ ക്യാരി ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. സോ ഗോഡ്സ് കെയർ ഈസ് പേഴ്സണൽ. അവൻ നമ്മോട് സമീപസ്ഥനായി കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നരയ്ക്കോളം ഞാൻ നിങ്ങളെ ചുമക്കാമെന്ന് പറഞ്ഞത് എല്ലാവരെയും കൂടെ ഒന്നിച്ച് എന്നാ പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞിട്ടല്ല പറയുന്നത്. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഇൻഡിവിജ്വലി till the last breath നിങ്ങളെ ചുമക്കാമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ്സ് പേഴ്സണൽ. അത് നോർബർട്ട് ടച്ചർ പേഴ്സണലി പറഞ്ഞതാണ്, സ്കറിയ പാസ്റ്ററോട് പേഴ്സണലി പറഞ്ഞു, എന്നോട് പേഴ്സണലി പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും പേഴ്സണലൈസ് ചെയ്ത് പറഞ്ഞാണ്, ഞാൻ നിങ്ങളെ വഹിച്ചു കൊള്ളാം. അവൻ്റെ ആ കരം എന്നോട് കൂടെ ഇരിക്കാമെന്ന് അവൻ നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവമാണ്. 2, ഗോഡ്സ് കെയർ ഈസ് മൈറ്റി ആൻഡ് എഫക്റ്റീവ്. ഇന്നലെ സംഭവിച്ച് ഇന്ന് ചിലപ്പോൾ സംഭവിക്കാമെന്നല്ല. ഇന്നലത്തെ ദൈവം ഹി ഈസ് ദ സെയിം yesterday, today and forever. നരയ്ക്കോളം ചുമക്കുമ്പോൾ തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുന്ന ഒരു ദൈവമല്ല. ആൻഡ് ഗോഡ്സ് കെയർ ഈസ് കവനന്റൽ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി പ്രോമിസ്ഡ് ഇറ്റ്. അവൻ തൻ്റെ ജനത്തെ നയിക്കുവാനും സംരക്ഷിക്കുവാനും സർവശക്തനാണ്. അവനാണ് പ്രോമിസ് ചെയ്തത്. അതുകൊണ്ട് അവൻ സർവശക്തനാണ്. ആൻഡ് God's care is proven in Christ. അല്ലേ, നമ്മുടെ മാനവരാശിയുടെ ഏറ്റവും വലിയ ബേർഡൻ ആയിരുന്നു പാപം എന്നുള്ളത്. ആ പാപത്തെ തന്റെ പുത്രന്റെ മേൽ ആക്കി അതിലൂടെ പാപക്ഷമ നമുക്ക് ലഭിക്കുവാൻ ഇടയായി. സ്കറിയ പാസ്റ്റർ വായിച്ച വേദഭാഗം, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിടലുകളാൽ സൗഖ്യം വന്നിരിക്കും. ഏറ്റവും വലിയ ബേർഡൻ ആയിരുന്നു. നമ്മുടെ പാപത്തെ വഹിച്ച് നമ്മളെ ക്ലെൻസ് ചെയ്യുവാൻ പറ്റിയ ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. Then why are you holding to the silly worries in this world? നിങ്ങളെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള വാഗ്ദത്തമാണ് പാപക്ഷമയും നിത്യജീവനും എന്നുള്ളത്. If he can do that, why are you still worrying about the 60 or 70 years that you have on this earth? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. Just give your life. Give your life. So when you understand the sovereignty and when you understand the power of his mighty hands, അവൻ നമ്മെ നടത്തുവാൻ സർവശക്തനാണ് ബോധ്യമുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു സീസണിലൂടെ കടക്കുന്നതിന് മുമ്പ് അവൻ നമ്മെ സംരക്ഷിക്കുവാൻ സർവശക്തനാണ്. നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിനെ, തിങ്സ് ഹാപ്പൻ, ഇതിനെ, നിങ്ങളുടെ എല്ലാ സീസൺസിനെ, നിങ്ങളുടെ വേറീസിനെ എല്ലാം അവൻ്റെ കരത്തിൽ വഹിക്കുവാൻ സർവശക്തനാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ജസ്റ്റ് ഗീവ് ഇറ്റ് ടു ഗോഡ് ഇൻ പ്രേയേഴ്സ്. ആൻഡ് സോ ഫൈനലി ഗോഡ്സ് കെയർ ഈസ് ട്രാൻസ്ഫോർമേറ്റീവ്. ഇറ്റ് ചേഞ്ചസ് അവർ ഹാർട്ട്. അല്ലേ, ദൈവത്തിൻ്റെ സമാധാനം നമ്മളിലേക്ക് വരുമ്പോൾ ആൻസൈറ്റി ടേൺസ് ടു പീസ്, ഫിയർ ടേൺസ് ടു ട്രസ്റ്റ് ആൻഡ് ഡെസ്പറേഷൻ ടേൺസ് ടു ജോയ്. നമ്മുടെ ഭയത്തെ ആശ്വാസമായിട്ട് കർത്താവിന് മാറ്റുവാൻ കഴിയും. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുവാൻ അവന് കഴിയും. സോ ആർ യു റെഡി ടു കാസ്റ്റ് യുവർ കെയർ കംപ്ലീറ്റ്ലി അപ്പോൺ ഹിം? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മെ തന്നെ മുഴുവനായി, കർത്താവേ, ഞാൻ ഇനി എൻ്റെ ജീവിതത്തെ ഞാൻ ചിന്തിക്കുന്നില്ല,
അങ്ങന്റെ നായകനും നടത്തിപ്പുകാരനുമായി കൂടിയിരുന്നിട്ട് യു ടേക്ക് ലീഡ് ആൻഡ് യു ടേക്ക് കൺട്രോൾ ഓഫ് മൈ ഡേയ്സ്. എൻ്റെ ദിവസങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമാണ്. എൻ്റെ ഓരോ നിലവുകളും ഓരോ ചിന്തയും എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അങ്ങനെ കണ്ടു എന്നുള്ള മാഹാത്മ്യം ഞാൻ അറിയുന്നു കർത്താവേ. ആ സ്നേഹത്തിൽ, ആ കരുതലിൽ എൻ്റെ അവസാനം വരെയും അങ്ങയുടെ കരത്തിൽ സുരക്ഷിതമാണെന്നും അങ്ങ് അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെന്നും കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആശ്രയിക്കുന്നു, അതിൽ ഞാൻ ചാരുന്നു. അതായിരിക്കണം ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഏറ്റവും അനുഗ്രഹമേറിയ ആശ്വാസം. ഹല്ലേലൂയ. പ്രസംഗിച്ചിട്ട് പോകാൻ വളരെ ഈസിയാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. പക്ഷെങ്കിൽ ഐ എം ടേസ്റ്റിംഗ് ഹിസ് പ്രസൻസ് ആൻഡ് ഐ എം ടേസ്റ്റിംഗ് ഹിസ് ഗ്രേസ് ഓൾ ത്രൂ ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ് ഇൻ ഹിയർ. കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ ആശ്വാസവും ഞാൻ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. വാട്ട് എവർ യു ആർ ഗോയിങ് ത്രൂ, നിങ്ങളുടെ ജീവിതത്തിൽ കടക്കുന്ന എന്ത് സീസൺസ് ആയാലും എന്ത് സിറ്റുവേഷൻസ് ആയാലും അവൻ അറിയാതെ ഒന്നും സംഭവിക്കും. നമ്മുടെ തലയിൽ ഓരോ മുടികളും അവൻ എണ്ണ തിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. സോ ലെറ്റ്സ് റീഡ് ദാറ്റ് വേർഡ്സ് അഗെയിൻ. അവൻ നിങ്ങൾക്കായി, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവനെ മേലിട്ടുകൊള്ളുകയും. ഇത് എഴുതിയത് ആർക്കാണെന്ന് അറിയാമോ? ഈ പത്രോസിന്റെ ലേഖനം വളരെ കഷ്ടതയിലും പ്രയാസത്തിലും പെർസിക്യൂഷനിലും കടന്നു പോകുന്ന ഒരു ജനത്തോടാണ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം. വെറുതെ ഒരു റാൻഡമായിട്ടൊരു കമ്മ്യൂണിറ്റിയോടല്ല പത്രോസ് ഇത് പറയുന്നത്. കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ വളരെ പ്രസ്ഡ് ആയിട്ട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയോട് പറയുന്നത്, നിങ്ങൾ കഷ്ടതയിൽ കൂടെ പോയാലും നിങ്ങൾ അതിനെപ്പറ്റി ഓർത്ത് ഭാരപ്പെടരുത്. പകരം നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന നിത്യതയെ നോക്കുവാനും നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന ആ ഓട്ടം സ്ഥിരതയോട് ഓടുവാനും നിങ്ങൾ ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണമെന്നാണ് പത്രോസ് പറഞ്ഞ് നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അവസാനത്തെ വാക്യത്തിൽ ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. So as you cast your burdens completely upon him, he will transfer his peace in your hearts. ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒത്തിരി തിരമാലകൾ പോലെയുള്ള വിഷമത്തിലൂടെ, പ്രയാസങ്ങളിലൂടെ, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ just give that to God. നിങ്ങൾ ഹൃദയത്തിനകത്തോട്ട് പറയാം, കർത്താവേ എൻ്റെ ഹൃദയത്തെ അങ്ങൊന്ന് ശാന്തമാക്കണം, എനിക്ക് ഒന്ന് സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം കർത്താവേ, എനിക്ക് മറ്റുള്ള മുമ്പിൽ ഈ ചിരി അഭിനയിക്കാൻ ഇനിയും വയ്യ കർത്താവേ. I just want to smile properly. I just want to praise you when songs are sung in the church. കർത്താവേ, ആ സഭായോഗത്തിൽ ആരാധനയിൽ പാട്ടുകൾ പാടുമ്പോൾ എനിക്ക് അതിനകത്ത് ചേർന്ന് പാടണം. ഈ വെറീസ് കാരണം ചർച്ചിൽ വരാത്ത ആൾക്കാരുണ്ട്, ചർച്ചിൽ വന്നാലും മറ്റുള്ളവർ സംസാരിക്കാത്ത ആൾക്കാരുണ്ട്. നിങ്ങളുടെ ആ ഫേക്ക് മാസ്കുകളൊക്കെ എടുത്തു മാറ്റിയിട്ട് just submit your life completely into his presence. ഹല്ലേലൂയ. എന്ന് പകലിൽ നെറ്റ് കാസ്റ്റ് ചെയ്യുന്നത് പോലെ throw your worries completely upon him. അതിനെ പിന്നെ തിരിച്ച് നിങ്ങൾ വലിച്ചെടുക്കരുത്. കർത്താവേ, അങ്ങനെയൊന്ന് നടത്തണം കർത്താവേ. അങ്ങയുടെ വാഗ്ദത്തങ്ങൾ എൻ്റെ മുമ്പിൽ ഉണ്ട് കർത്താവേ. അങ്ങനെ നടത്തുവാൻ സർവശക്തനാണെന്ന് ഞാൻ അറിയുന്നു കർത്താവേ. ഈ സീസണിലും അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയെ ആരാധിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും അങ്ങ് എനിക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാമോ?